ഡ്രിഫ്റ്റ് വെലോസിറ്റിയെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. അതാണ് റിലാക്സേഷൻ ടൈം. എന്തായിരിക്കും റിലാക്സേഷൻ ടൈം? നമ്മളതിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി റിലാക്സേഷൻ ടൈം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒരു കണ്ടക്ടറിനെ കൺസിഡർ ചെയ്യുന്നു. അതിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഒരു ഫീൽഡ് ഫ്രീ റീജിയനിലാണ് ആ കണ്ടക്ടർ ഇരിക്കുന്നത്. ഒരു ഇലക്ട്രോണിനെ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ രണ്ടാമതൊരു ഇലക്ട്രോൺ, ഇവിടെ മൂന്നാമതൊരു ഇലക്ട്രോൺ. സാധാരണഗതിയിൽ ഒരു കണ്ടക്ടറിനെ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഹീറ്റ് എനർജി അവർ കൈനറ്റിക് എനർജിയായി ഉപയോഗിക്കും. ഓരോ ഇലക്ട്രോൺസും അവരുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവും ചെയ്യും. അവർക്ക് അവരുടേതായ വെലോസിറ്റിയും ഉണ്ടായിരിക്കും. നമുക്ക് ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഇതാണ് നമ്മുടെ ഇലക്ട്രോൺ. നമ്മളെടുക്കുന്ന റെഫറൻസ് ഇലക്ട്രോൺ ഇതാണ്. ഈ ഇലക്ട്രോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇലക്ട്രോൺ മാത്രമല്ല ഈ കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ളത്, ഒരുപാട് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആണ്. ഞാനിവിടെ ഒരു 3 ഇലക്ട്രോണിനെ വരച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ഇലക്ട്രോൺ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. ഈ ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഇലക്ട്രോൺ പ്രസൻറ്റുമാണ്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യും? ആദ്യത്തെ ഇലക്ട്രോണും രണ്ടാമത്തെ ഇലക്ട്രോണും കൊളൈഡ് ചെയ്യും. രണ്ടും കൂടി കൂട്ടിമുട്ടും. ആ കൂട്ടിമുട്ടാനായിട്ട് എടുക്കുന്ന സമയമാണ് T1. ഇനി കൂട്ടിമുട്ടിയതിന് ശേഷം രണ്ടാമത്തെ ഇലക്ട്രോൺ ആ കൂട്ടിമുട്ടിയതിൻ്റെ ആഘാതത്തിൽ വേറെ ഡയറക്ഷനിലേക്ക് പോകും. ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഈ ഡയറക്ഷനിലേക്ക് വരുന്നു എന്ന് വിചാരിക്കാം. ഒന്നാമത്തെ ഇലക്ട്രോൺ രണ്ടാമത്തെ ഇലക്ട്രോണുമായി കൂട്ടിയിടിക്കുന്നു. രണ്ടാമത്തെ ഇലക്ട്രോൺ അതിൻ്റെ വഴിക്ക് പോകുന്നു. ഒന്നാമത്തെ ഇലക്ട്രോൺ കൂട്ടിയിടിച്ചതിന് ശേഷം താഴേക്ക് വരും. ഈ ഡയറക്ഷനിൽ വേറെ ഒരു ഇലക്ട്രോൺ അവിടെ പ്രസൻ്റ് ആണ്, നമ്മുടെ മൂന്നാമത്തെ ഇലക്ട്രോൺ. ആ മൂന്നാമത്തെ ഇലക്ട്രോണുമായി എന്ത് ചെയ്യും? ആദ്യത്തെ ഇലക്ട്രോൺ വീണ്ടും കൂട്ടിയിടിക്കും, കൊളൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെയുള്ള ആദ്യത്തെ കൂട്ടിയിടിക്കും രണ്ടാമത്തെ കൂട്ടിയിടിക്കും ഇടയിലുള്ള സമയമാണ് T2. ഇവൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ആദ്യത്തെ കൊളീഷൻ കഴിഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള ടൈമാണ് T1. അതിനുശേഷം രണ്ടാമത്തെ കൊളീഷൻ കഴിഞ്ഞു, അതിൻ്റെ ഇടയിലുള്ള ടൈമാണ് T2. അതിനുശേഷം വീണ്ടും ഈ ആദ്യത്തെ ഇലക്ട്രോൺ മറ്റ് പല ഡയറക്ഷനുകളിലേക്കും പോകും. മറ്റ് പല ഇലക്ട്രോണുകളുമായും കൂട്ടിയിടിക്കും. അവിടെയൊക്കെ ആ കൂട്ടിയിടികൾ തമ്മിലുള്ള ആ ഒരു സമയം നമുക്ക് T3. T1 എഴുതി, T2 എഴുതി, ഇനി നമുക്ക് T3, T4, T5 അങ്ങനെ n കൊളീഷൻസ് ഉണ്ടെങ്കിൽ അപ് ടു എത്ര വരെ എഴുതാൻ പറ്റും? Tn വരെ എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് റിലാക്സേഷൻ ടൈം? ഈ ഒരു ടൈമുമായി ബന്ധപ്പെട്ട രണ്ട് കൊളീഷൻ്റെ ഇടയിലുള്ള ആ ടൈമുമായി ബന്ധപ്പെട്ട ഒരു ക്വാണ്ടിറ്റിയാണ് റിലാക്സേഷൻ ടൈം. നമ്മൾ റിലാക്സേഷൻ ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ടോർക്കിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന അതേ സിമ്പിൾ തന്നെ ടോ. റിലാക്സേഷൻ ടൈം ടോ ആണ്. അതൊരു ടൈമിൻ്റെ മെഷർമെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? സെക്കൻഡ് ആയിരിക്കും. കൃത്യമായിട്ട് അതിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. The average time that elapses between two successive collisions of an electron is called relaxation time. അതായത് രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈമിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. എന്താണ് ഈ സക്സസീവ് കൊളീഷൻ? രണ്ട് അടുത്തടുത്തുള്ള കൊളീഷൻ, ഫസ്റ്റും സെക്കൻഡും, അല്ലെങ്കിൽ സെക്കൻഡും തേർഡും, അതും അല്ലെങ്കിൽ തേർഡും ഫോർത്തും, രണ്ട് അടുത്തടുത്തുള്ള കൊളീഷൻ്റെ ഇടയിലുള്ള ആ ആവറേജ് ടൈമിനെ വിളിക്കുന്ന പേരാണ് റിലാക്സേഷൻ ടൈം. ആവറേജ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ടൈം ഇൻ്റർവെളെയും നമ്മൾ ആഡ് ചെയ്യണം, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടൈം ഇൻ്റർവെൽസ്. ടോ ഈസ് ഈക്വൽ ടു T1 ആദ്യത്തെ കൊളീഷൻ്റെ ഇടയിലുള്ള സമയം, പ്ലസ് T2 രണ്ടാമത്തെ കൊളീഷൻ എടുക്കുന്ന സമയം, പ്ലസ് T3 അപ് ടു Tn ഹോൾ ഡിവൈഡഡ് ബൈ n. ഇതാണ് നമ്മുടെ റിലാക്സേഷൻ ടൈം. കണ്ടക്ടറുകളിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. ആ ഫ്രീ ഇലക്ട്രോൺസിലും എന്തുണ്ടായിരിക്കും? റിലാക്സേഷൻ ടൈം ഉണ്ടായിരിക്കും. അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 10⁻⁻14 സെക്കൻഡാണ്. വളരെ കുറവ് സമയത്തിൻ്റെ ഉള്ളിൽ 10⁻⁻14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ചെറിയ സമയമാണ് 10⁻⁻14 സെക്കൻഡ്. അത്രയും ചെറിയ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ രണ്ട് കൊളീഷനുകൾ നടന്നിരിക്കും. അതായത് ഒരു ഇലക്ട്രോൺ
രണ്ടാമത്തെ ഇലക്ട്രോണുമായി കൂട്ടിയിടിച്ചു, മൂന്നാമത്തെ ഇലക്ട്രോണുമായി കൂട്ടിയിടിച്ചു, അങ്ങനെ ഒരുപാട് കൂട്ടിയിടികൾ നടക്കും. അതിൻ്റെ ഇടയിലുള്ള ഒരു ആവറേജ് ടൈം എന്ന് പറയുന്നത് 10⁻⁻14 സെക്കൻഡാണ് ഒരു കണ്ടക്ടർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കണം. എന്താണ് റിലാക്സേഷൻ ടൈം, അതിൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഇക്വേഷൻ, കണ്ടക്ടറുകളിൽ അതിൻ്റെ ഏകദേശം വരുന്ന ഒരു വാല്യൂ.